നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്ന പാഠഭാഗത്ത് കാർഷിക മേഖലയിൽ ടെക്നോളജിയുടെയൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ കൂടുതൽ പ്രൊഡക്റ്റീവായി കാർഷിക മേഖലയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കൃഷി രീതികളൊക്കെയാണ്, കാർഷിക മേഖലയിലെ കുറച്ച് നൂതന പ്രവണതകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് മഴമറ കൃഷി എന്ന് നോക്കാം. റെയിൻ ഷെൽട്ടർ ഫാമിംഗ്, അതാണ് മഴമറ കൃഷി. എന്താണെന്ന് നോക്കാം. മഴമറ എന്നത് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ ഒരു മേൽക്കൂരയാണ്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അല്ലേ. മഴമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ ഒരു മേൽക്കൂരയാണ് മഴമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകൾ മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുമ്പോഴും അമിതമായ മഴയിൽ നിന്നും വിളകൾക്ക് എന്താണ് സംരക്ഷണം ഉറപ്പാക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിലും വർഷം മുഴുവൻ ഉയർന്ന ഉൽപാദനം സാധ്യമാക്കുന്നതിന് മഴമറ കൃഷി എന്താണ്? മഴമറ കൃഷി അനുയോജ്യമാണ്. ഓരോ വീട്ടിലും മഴമറയുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം എന്താണ് മഴമറ കൃഷി അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? മഴമറ എന്ന് പറയുന്നത് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കൂരയാണ്. എന്നാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. പ്രകാശം നന്നായിട്ട് സുതാര്യമായിട്ടുള്ള ഈ പോളിത്തീൻ ഷീറ്റുകളിലൂടെ ആവശ്യത്തിന് സൂര്യപ്രകാശം അകത്തേക്ക് എത്തുകയും അമിതമായ മഴയിൽ നിന്നും വിളകളെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതുവഴി എന്താണ് വർഷം മുഴുവൻ നല്ല രീതിയിൽ വിള ലഭിക്കുന്നതിന് സാധിക്കും. അമിതമായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ വിളകൾ നശിക്കാറല്ലേ പതിവ്, അതിൽ നിന്നും വിളകളെ സംരക്ഷിക്കും. അടുത്തതാണ് പോളി ഹൗസ് ഫാമിംഗ്. എന്താണ് പോളി ഹൗസ് ഫാമിംഗ് നോക്കാം. ഇവിടെ പോളി ഹൗസിൻ്റെ ഒരു ചിത്രമുണ്ട്. എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് നോക്കാം. ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ മഴമറ കൃഷിയിൽ മഴയിൽ നിന്നാണ് കൃഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ചൂടിൽ നിന്നും മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അപ്പോൾ എന്താണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്? എന്താ? ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവനും മറച്ച പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്നൊരു രീതിയായത് അല്ലേ. പോളിത്തീൻ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ച് മുഴുവനായിട്ടും മറച്ച പോളി ഹൗസുകളിലാണ് ഈ പോളി ഹൗസ് ഫാമിംഗ്, ഈ ഒരു കൃഷി രീതി ചെയ്യുന്നത്. കൃത്യതാ കൃഷി എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട്. എന്താണ് കൃത്യതാ കൃഷി? ഓരോ വിളയ്ക്കും ആവശ്യമായ ജലവും പോഷക ഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാക്കുന്ന ഒരു സാങ്കേതിക രീതിയാണ് കൃത്യതാ കൃഷി. എന്താണ്? ഓരോ വിളയ്ക്കും എത്ര ജലം വേണം, എത്ര പോഷക ഘടകങ്ങൾ വേണം, ആ വിളയെ സംരക്ഷിക്കുന്ന ഓരോ വസ്തുക്കളും ഏതളവിൽ ഏത് സമയത്ത് വേണം, ഇതൊക്കെ കൃത്യമായ അളവിൽ മാത്രം നൽകിക്കൊണ്ട് അത്യുൽപാദനം സാധ്യമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത്? കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. മഴമറകളിലും തുറസായ സ്ഥലങ്ങളിലും ഈ രീതി എന്താണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. ജലത്തിൻ്റെയും പോഷക ഘടകങ്ങളുടെയൊക്കെ കൃത്യമായ ഉപയോഗവും യന്ത്രങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗവും കൃഷിഭൂമിയുടെ മെച്ചപ്പെട്ട പരിപാലനവും ഒക്കെ എന്താണ് ഈ കൃഷിരീതിയുടെ ഒരു മേന്മയാണ്. സൂക്ഷ്മ ജലസേചനം, അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം തുള്ളികളായിട്ടോ നേർത്ത ധാരയായിട്ടോ ഒക്കെ നൽകുന്ന രീതി. അതുപോലെ തന്നെ സംയോജിത കീടരോഗ നിയന്ത്രണം എന്നിവയൊക്കെ കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങളാണ്. അതായത് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് നമ്മളൊരു വിളയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക? നമുക്ക് അത്രയും ഇഷ്ടമുള്ള, നമ്മളിപ്പോൾ ചിലപ്പോൾ ചെയ്യാറില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടി നമ്മൾ നട്ടു, ഒരു ചെടി മാത്രമാണ് നട്ടത് എങ്കിലും നമ്മൾ അതിനെ അത്രയും പാമ്പർ ചെയ്യില്ലേ? കൃത്യമായിട്ട് വെള്ളം കൊടുക്കും, കൃത്യ അളവിൽ വെള്ളം കൊടുക്കും, കൃത്യമായിട്ട് വളം ഇട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ.
അതോടൊപ്പം തന്നെ എന്താണ്, ഇങ്ങനത്തെ ഫാമിങ്ങിൽ അത് ഒരു വിളയായിരിക്കില്ല, ഒന്നിലധികം വിളകൾ ഉണ്ടായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള അളവിൽ ചിലപ്പോൾ എന്താണ്, ചെറിയ ഡ്രോപ്സ് ആയിട്ട് വെള്ളം ഇങ്ങനെ എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതെന്താ, ചെടിക്ക് ആവശ്യത്തിനുള്ള ഒരു തണുപ്പും അതുപോലെ ആവശ്യത്തിന് വേണ്ട ജലമൊക്കെ ലഭിക്കില്ലേ. അങ്ങനെ ഓരോ വിളയെയും മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനെ പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നൽകുന്നതാണ് ഈ കൃത്യതാ കൃഷി. മറ്റൊന്നാണ് ഡിജിറ്റൽ ഫാമിംഗ്. വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള കൃഷിരീതിയാണ് ഡിജിറ്റൽ ഫാമിംഗ്. ബിഗ് ഡേറ്റ വിശകലന ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, മൊബൈൽ ഫോണുകൾ പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക്സ്, കാർഷിക ഉപദേശക ആപ്പുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ എന്താണ്, ഈ ഡിജിറ്റൽ കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിഗ് ഡേറ്റ വിശകലന ഉപകരണങ്ങളും നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിങ്ങും മൊബൈൽ ഫോണുകളും പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും റോബോട്ടിക്സും കാർഷിക ഉപദേശക ആപ്പുകളൊക്കെ കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഡിജിറ്റൽ കൃഷി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലംബ കൃഷി അഥവാ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. നഗരവൽക്കരണത്തിൻ്റെയും കൃഷിഭൂമിയുടെ കുറവിൻ്റെയൊക്കെ ഫലമായിട്ട് നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായിട്ട് ഈ ഒരു ലംബ കൃഷിയെയാണ് ഉപയോഗിക്കുന്നത്. ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ വളർത്തുന്നതാണ് ഈ ഒരു സാങ്കേതിക വിദ്യ. ഹൈഡ്രോപോണിക്, എയ്റോപോണിക്, അക്വാപോണിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ വർഷം മുഴുവൻ എന്താണ്, ഭക്ഷ്യോൽപാദനം ഇതിലൂടെ സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഈ ലംബ കൃഷി പ്രധാനമായിട്ടും നഗരങ്ങളിലൊക്കെയാണ്. അവിടെ കൃഷിഭൂമിയുടെ അപര്യാപ്തതയുണ്ട് അല്ലേ, കൃഷിഭൂമിയുടെ ലഭ്യത കുറവാണ്. അപ്പോൾ ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ ഒക്കെ വിളകൾ വളർത്തുന്നതാണ് ഈ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റിൽ നോക്കുന്നത് ജൈവ കൃഷി അഥവാ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്നാണ്. ജൈവ കീടനാശിനികൾ, കമ്പോസ്റ്റ് പച്ചില വളങ്ങൾ, ഇടവിള കൃഷി, യന്ത്രങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമമായിട്ടുള്ള രാസ കീടനാശിനികളും ഒക്കെ തീർത്തും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതുമായിട്ടുള്ളൊരു കൃഷിരീതിയാണ് ജൈവ കൃഷി. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ എന്നിവയൊക്കെ ഒന്നും എന്താണ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കളൊക്കെ ഇല്ല, ഓരോ കെമിക്കലുകളൊക്കെ, അതൊന്നും ഉപയോഗിക്കില്ല. ജൈവമാറ്റം വരുത്തിയ വിത്തുകളൊന്നും ഇവയിൽ ഉപയോഗിക്കുന്നില്ല. ജൈവ കീടനാശിനിയും കമ്പോസ്റ്റ് പച്ചില വളങ്ങളും ഇടവിള കൃഷി, യന്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ ആശ്രയിച്ച് രാസവളത്തെയും കൃത്രിമ രാസ കീടനാശിനിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്.